ലോകത്തെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളാണ് അവതാർ പരമ്പരയിലുള്ളത്. അവതാർ രണ്ടാം ഭാഗം ഇടക്കാലത്ത് തിയേറ്ററിലെത്തിയിരുന്നു. ഇതിനു മുൻപുള്ള പല സിനിമകളിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരെ പഞ്ഞിക്കിടുന്നതായിരുന്നു വിഷയമെങ്കിൽ അവതാർ അല്പം വ്യത്യസ്തമാണ്. ഭൂമിയിൽ ജീവിക്കാൻ ഗത്യന്തരമില്ലാതായ മനുഷ്യർ പുതിയൊരു ഗ്രഹവും പ്രകൃതി വസ്തുക്കളുമൊക്കെ തേടി യാത്ര നടത്തുന്നതാണ് അവതാർ. പൻഡോറ എന്ന ഉപഗ്രഹത്തിലാണ് അവർ എത്തുന്നത്. അൺഒപ്റ്റേനിയം എന്ന അത്ഭുത ധാതു കൂടി കൊള്ളുന്ന ഇടം. പൻഡോറയിൽ നാവികൾ എന്നൊരു കൂട്ടം ജീവിക്കുന്നു. ഒപ്പം പ്രകാശം വമിപ്പിക്കാൻ ശേഷിയുള്ള ഒട്ടേറെ ജീവജാലങ്ങളും അംബരചുംബികളുടെ വലുപ്പമുള്ള മരങ്ങളും ഒഴുകുന്ന പർവ്വതങ്ങളുമൊക്കെ. എത്ര വലിയ ഫാന്റസിയാണെങ്കിലും അത് കഴിയുന്നത്ര യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നയാളാണ് അവതാറിന്റെ സംവിധായകനായ ജെയിംസ് കാമറോൺ. ഈ ഒരു സവിശേഷത കാരണം പൻഡോറ എന്ന ഗ്രഹം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് കാരണമുണ്ട്. പലപ്പോഴും ഫാന്റസി ചിത്രങ്ങൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഗ്രഹങ്ങളെയും മേഖലകളെയും ഒക്കെ ഹോളിവുഡ് ചലച്ചിത്രകാരന്മാർ ആസ്പദമാക്കാറുണ്ട് എന്നതാണ് ഇത്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ പൻഡോറ? ആൽഫ സെഞ്ചുറി നക്ഷത്ര സംവിധാനത്തിൽ ഉൾപ്പെട്ട പോളിഫീമസ് എന്ന വമ്പൻ ഗ്രഹത്തെ ചുറ്റുന്ന ഉപഗ്രഹമായാണ് പൻഡോറയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ചന്ദ്രനെ പോലെ. ഭൂമിക്ക് ഒരു ചന്ദ്രനേ ഉള്ളൂ, എന്നാൽ പോളിഫീമസിന് അനേകം ചന്ദ്രന്മാരുണ്ട്. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്ര സംവിധാനം യഥാർത്ഥത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 4.4 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പോളിഫീമസ് എന്ന ഗ്രഹം ഭാവന സൃഷ്ടിയാണ്. പൻഡോറയും. ആൽഫ സെഞ്ചുറി നക്ഷത്ര സംവിധാനത്തിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. ഇതിൽ ഉൾപ്പെട്ട പ്രോക്സിമ സെഞ്ചുറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത നക്ഷത്രം. ആൽഫ സെഞ്ചുറി സംവിധാനത്തിൽ 3 ഗ്രഹങ്ങളെ മാത്രമാണ് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇത് 3ഉം പ്രോക്സിമ സെഞ്ചുറിയെ ഭ്രമണം ചെയ്യുന്നവയാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പൻഡോറ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പൻഡോറ ഉപഗ്രഹം നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. ശനി ഗ്രഹത്തിന്റെ ഒരു ചന്ദ്രനാണ് കക്ഷി. പാറയും ഐസും നിറഞ്ഞ ഒരു ഉപഗ്രഹം. അവതാറിൽ കാണിച്ചതുപോലുള്ള ഇടതൂർന്ന കാടുകളും ദൃശ്യങ്ങളുമൊക്കെയുള്ള കൗതുക ലോകങ്ങളുണ്ടാകുമോ? ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ധാരണകൾക്ക് ഇതിന് ഉത്തരം നൽകാൻ പാടാണ്. എന്നാൽ ജെയിംസ് വെബ് പോലുള്ള ടെലിസ്കോപ്പുകൾ മനുഷ്യരാശി വിക്ഷേപിച്ചിട്ടുണ്ട്. ശക്തമായ ഇത്തരം ടെലിസ്കോപ്പുകൾ ഭാവിയിൽ ഇവയെക്കുറിച്ച് വിവരങ്ങൾ നൽകിയേക്കും.